പുണ്യമദീന അങ്ങിറങ്ങി കല്ലിൻ മണും ഭാഗ്യമുണ്ടെങ്കിൽ ആടി ആടി മാടി മാടി കനവയെങ്കിൽ തട്ടുലനുലനു യാ നബി യാ നബി യാ നബി. പ്രണയത്തിന്റെ ദീപമായി മാറിയ മദീനയിലെ സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാൻ മാസം ഇതാ നമ്മളിലേക്ക് വിട പറയുവാൻ പോവുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. നാം അതിനു മുന്നോടിയായി ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയമായിരിക്കുകയാണ്. ഹബീബിനെ പ്രണയിച്ച ഓരോ കല്ലുകളും ഈത്തപ്പനകളും അവിടുന്ന് ഓരോ പറവകളും ഹബീബിനെ പ്രണയിച്ചു കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള ഓരോ നിമിഷങ്ങളും ഹബീബിലേക്ക് സ്വലാത്തു ചൊല്ലാനുള്ളതാണ്. അവിടുന്ന് മക്കത്ത് നിന്ന് ഹിജറ വന്നപ്പോൾ ഓരോ കല്ലുകൾ പോലും ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞതായി അവിടുന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ രാവിൽ ഓരോ മലായിക്കത്തുകളും ആലിംഗനം ചെയ്യുവാനായി അഥവാ സലാം ചൊല്ലുകയും അവിടുത്തേക്ക് സലാമുകൾ ചൊല്ലുകയും മലായിക്കത്തുകളുടെ ആ റൂഹുകൾ ഒരുമിച്ച് കൂടി ഹബീബിനെ വണങ്ങുവാൻ ഏഴാനാകാശത്തേക്ക് അമ്പിയാക്കളും എല്ലാ റൂഹുകളും ഹബീബായ തങ്ങൾക്ക് വരവേൽക്കുവാനായി അള്ളാഹുവിൻ്റെ അർശ് കീഴിലായി അവിടെ അണിനിരന്നുകൊണ്ട് ഹബീബിനെ വരവേൽക്കുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നമുക്ക് ഹബീബിൻ്റെ അടുത്ത് പോകാനുള്ളതാണ്. എപ്പോൾ നാം മരണശേഷം മഹ്ശറാവൻ സഭയിൽ ആ പൂമുത്തിനെ കാണണ്ടേ. തീർച്ചയായും അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ചാൽ മാത്രമാണ് ഹബീബ് നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെട്ടതാകണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം പാഴാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിലും അള്ളാഹു നിഅമത്ത് നൽകിയിരിക്കുകയാണ്. അതിനെ കൊണ്ട് തീർച്ചയായും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. അവൻ കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട ശഹ്റു റമളാൻ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നിറകുടമാകുന്ന ഖുർആൻ ഇറങ്ങിയ മാസം. ആ മാസത്തിൽ ആനന്ദം കൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.